UDF LDF സംയുക്ത ഹർത്താൽ അവിടെ തുടരുന്നുണ്ട്. ലക്കിടി കവാടത്തിലും ബത്തേരി ചുങ്കത്തും UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്താനന്തരം പുനരധിവാസ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. പ്രതിഷേധം ഹർത്താലിൽ അവസാനിക്കില്ല എന്നാണ് ടി സിദ്ദിഖ് MLA പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര സഹായമില്ലാത്തത് L3 കാറ്റഗറിയായി പ്രഖ്യാപിക്കാത്തത് ഉൾപ്പെടെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ തുടർ പ്രക്ഷോഭം ഒന്ന്. രണ്ട്, അടിയന്തരമായി സഹായം എത്തിക്കാനുള്ള നടപടി, പുനരധിവാസം വൈകുന്നതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം, അതിൽ നിയമപരമായ നടപടിയുടെ കാര്യം ഉൾപ്പെടെ UDF ആലോചിക്കും. ഒരു കാരണവശാലും ഇങ്ങനെ പോകാൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. രതീഷ് വാസുദേവനോട്. രതീഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രവർത്തകർ, ഹർത്താൽ അനുകൂലികൾ ജനങ്ങളെ നേരിൽ കണ്ട് വാഹനങ്ങൾ നിരത്തിറക്കരുതെന്നും കടകൾ തുറക്കരുത് എന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിനുശേഷവും രാവിലെ വാഹനം തടയിലടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഇപ്പോൾ എങ്ങനെയാണ്? സമാധാനപരമാണോ? ആളുകൾ സഹകരിക്കുന്നുണ്ടോ? ഇത് വയനാട്ടുകാരുടെ ഒരു വൈകാരിക സമരമാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സമരം എന്നതിലുപരി ഇതൊരു വൈകാരിക സമരമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ്. കാരണം നമുക്കറിയാം, വയനാട്ടിലെ വലിയ ദുരന്തത്തിൽ ഒരു തരത്തിലുള്ള പരിഗണനയും മനുഷ്യത്വപരമായ സമീപനം പോലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. ഇവിടെ UDF പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധ സമരം തുടരുകയാണ്. വലിയ തരത്തിലുള്ള സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ദൂരദേശത്ത് നിന്ന് വരുന്ന ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് വയനാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉയർത്തുക തന്നെയാണ് ഇരു മുന്നണികളുടെയും ഈ പ്രതിഷേധ സമരത്തിൽ. രാവിലെ LDFന്റെ നേതൃത്വത്തിലും കൽപ്പറ്റ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോൾ UDFന്റെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ, കൽപ്പറ്റയിലെ ജില്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ഇങ്ങനെ പെരുമാറുന്നത്. വയനാട്ടിലെ ദുരന്ത ധനസഹായം വിതരണം ചെയ്യാത്തത് ഇത്തരം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഒരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെയാണ് കേരളത്തോട്, വയനാട്ടിനോട് പെരുമാറുന്നത്. മറ്റ് ഇതര സംസ്ഥാനങ്ങളോട് ചെറിയ തരത്തിൽ മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായ താരതമ്യേന കുറഞ്ഞ ദുരന്തങ്ങൾ സംസ്ഥാനങ്ങളോട് പോലും ഇത്തരത്തിൽ ഉള്ള സമീപനമല്ല. അവർക്കൊക്കെ സഹായധനം നൽകുമ്പോൾ കേരളത്തെ ലക്ഷ്യം വെച്ച്, രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ അനുകൂലമായ ഒരു ധനസഹായ രീതിയിലേക്ക് അല്ലെങ്കിൽ ധനസഹായ പ്രഖ്യാപനത്തിലേക്ക് പോകാത്തത് എന്നാണ് UDFന്റെയും LDFന്റെയും ആക്ഷേപം. എന്നാൽ UDF പറയുന്നത് പുനരധിവാസം വളരെ വേഗത്തിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികളും വിമർശിച്ചുകൊണ്ടും കൂടിയാണ് UDFന്റെ ഈ പ്രതിഷേധ ഹർത്താൽ ഇന്ന് നടക്കുന്നത്.